ഫ്രണ്ട്സ്, ഞാൻ ലിൻസൺ. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചൂണ്ടയിടയിൽ നിന്ന് പോയില്ല. ഇന്ന് നമ്മൾ ഞങ്ങളുടെ അടുത്ത് തന്നെ നമ്മുടെ ചെങ്ങന്നൂർ കഴിഞ്ഞ് കോഴഞ്ചേർ ആറന്മുള റൂട്ടിൽ നമ്മുടെ പുതിയ പാലം വന്നിട്ടുണ്ട്. കോഴിപ്പാലത്തിന് ഇപ്പുറത്തുനിന്ന് പുല്ലാടൊക്കെ പോകാൻ വേണ്ടി പുതിയൊരു പാലം വന്നിട്ടുണ്ട്. നമ്മൾ പൂവത്തൂർ ആ പാലത്ത് നിന്നിട്ടുള്ള മീൻപിടുത്തമുണ്ട്. അപ്പോൾ നമ്മൾ അതൊന്ന് കാണിക്കാമെന്ന് കണ്ടാണ് ഇന്ന് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ ആ പാലത്തിൽ നിന്നുള്ള മോളി പാലത്തിൽ ഇരുന്നുകൊണ്ട് മോളി താഴോട്ട് ചൂണ്ടയിട്ട് ഇഷ്ടംപോലെ തുള്ളിയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം. ഇന്നത്തെ വീഡിയോ അതാണ്. നമുക്ക് അത് പോയി കാണാം. ഇട്ടിട്ടെ നമുക്ക് പതുക്കെ അങ്ങോട്ട് പോവാം. ഇതാ നമ്മുടെ പുതിയ പാലം. ഇപ്പൊ ചൂണ്ടക്കാരൊക്കെ രാവിലെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും രാവിലെ തന്നെ താഴെ തന്നെ ആൾക്കാരൊക്കെ വന്ന് അധികം സ്ഥലമൊക്കെ പിടിച്ച് ഇരിക്കുന്നില്ല. ചൂണ്ടക്കാരുടെ ബഹളമാകും. നോക്കിയോ, ഇഷ്ടം പോലെ ആളായി. ചൂണ്ടക്കാർ തമ്മിലൊരു ചെറിയ വാക്കുതർക്കമൊക്കെ ആയിട്ടുണ്ട്. അത് എല്ലാവരും മീൻ കിട്ടി തുടങ്ങുമ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആൾക്കാർ വരുമല്ലോ. ആള് കൂടുന്നതനുസരിച്ചുള്ള പ്രശ്നങ്ങളൊക്കെയാണ്. താഴേന്ന് മീൻപിടുത്തക്കാരുണ്ട്. അതിന് മോളി നമ്മൾ ഈ പാലത്തിൽ ഇരുന്നും ആൾക്കാർ ചൂണ്ടയിടുന്നു. എല്ലായിടത്തും ഉള്ള പോലെ ചെറിയ വാക്ക്. അപ്പൊ ഒന്നാമത്തെ കാര്യം, നമ്മുടെ സ്ഥലമല്ലെന്നുണ്ടെങ്കിൽ വേറെ ഇടത്തുനിന്ന് വരുമ്പം അവിടെ ഉള്ളവർക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാകും, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും. നമ്മൾ ദൂരെ നിന്ന് വരുന്നവരോട് ഞാൻ പറയുന്ന പ്രത്യേക ഒരു കാര്യമാണ് കേട്ടോ. നമ്മളിപ്പോ ദൂരെ നിന്ന് വന്ന് ചൂണ്ടയിടുന്ന ലോക്കൽസിന് അത് ഇഷ്ടപ്പെടത്തില്ല. കാരണം അവർ കുഴപ്പമില്ല, അവരവിടെ ഉള്ള സ്ഥലത്ത് അവരിട്ട് പിടിക്കുന്നത് നമ്മൾ ഒരുപാട് ആൾ കൂടി കഴിയുമ്പോൾ അവർക്ക് മീനെ കിട്ടാതെ വരും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഉടക്ക് മെയിനായിട്ട് ഉടക്കുണ്ടാകുന്നത്. അപ്പം കൂടുതലും പറയാം, എവിടെയെങ്കിലും മീൻ കിട്ടുന്ന പറഞ്ഞാൽ നമ്മൾ ദൂരെ നിന്നൊക്കെ വെറുതെ വന്ന് അവിടെ നമ്മുടെ ഏരിയ അല്ലെങ്കിൽ വെറുതെ അടിയും വെള്ളം ഉണ്ടാക്കണ്ട. അപ്പൊ ആരും അവരവരുടെ സ്ഥലത്ത് എങ്ങനെയെങ്കിലുമൊക്കെ മീൻ പിടിക്കാൻ നോക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അല്ലെ ഇതുപോലുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പാലത്തിൽ നിന്ന് ഇടുന്നുണ്ട് കുറെ ചേട്ടന്മാർ. നമ്മുടെ പാലത്തിൽ നിന്ന് ആവട്ടെ, അവർക്കും കിട്ടുന്നുണ്ട് മീന്. വണ്ടിയിൽ തങ്ങ് വെക്കുകയല്ലേ, കെട്ടി ഞാൻ കൊടുക്കാം. കെട്ടുണ്ടോ? 1.5 കിലോ. ആ 2000 അല്ലേ? 1/2 കിലോ ഉണ്ട് കേട്ടോ. 1/2 കിലോ മേലുണ്ട്. അറ്റത്തൊരു പിടിയുള്ളൂ. ഈ ഇത് കണ്ടോടാ, അറ്റത്തൊരു പിടിയുള്ളൂ.
ഒരു 100 രൂപ തന്നേരാണ്. അത് 2 കിലോ ഒന്നും അല്ല. ഈ ചൂണ്ടയ്ക്ക് 450 രൂപ വെള്ളം പറയാം. നിങ്ങൾക്കെല്ലാം കിട്ടിക്കോട്ടെ. ആയിരം കണ്ട് സന്തോഷം. പോകണ്ടത് തൂളിയല്ലേ കിടന്ന് മാറി. കളിക്കോന്നോടാ. താഴെ പോയിരിക്കുന്നതല്ലേ അവിടെ പോയി ആ പൊങ്ങിന്റെ വെറൈറ്റി നിറമാണ്. മറ്റേ മെതിയടിയാണ്. അതിന്റെയാണ്. ശരിയാണ്. എടുത്തട്ടോ ലാലപ്പ ഷൂട്ട് ചെയ്യാണ്. ശുഭ വലിക്കല്ലേ? അല്ലെ ശുഭ വലിച്ചോളാം. ഞാനങ്ങ് വലിച്ചേക്കട്ടെ. എന്റെ അങ്ങ് കിടക്കുന്നത് ഈ കറുത്തൊന്നും കറുത്ത വള്ളിയിലോ അവർക്ക് കറുത്ത വള്ളിയിലോ ഇവിടെ പോയോ? അല്ല ഞാൻ വലിച്ച് കയറ്റട്ടെ. അവിടെ തന്നെ കയറ്റിക്കാം. എടാ അത് വരുന്നുണ്ടെങ്കിൽ ഉടക്ക് എടുത്ത് വിട്ടാൽ മതി. കെട്ടായി പോയിരുന്നാ മതി. ഞാൻ രണ്ടിനെ തിരിച്ചാൽ മതി. അതൊന്ന് തിരിച്ചാൽ മതി. അയ്യോ അങ്ങനെ പറ്റത്തില്ല. അയ്യോ അങ്ങനെ അത് അവസ്ഥയായി പോയില്ല. അത് ഒരിക്കലും തിരിച്ചു വരുന്നു. കിട്ടണം. അപ്പോൾ ആള് കൂടി വരികയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോ എടുത്തു. അപ്പോൾ അവരെ എറിയുന്നതിനിടയിൽ നിന്ന് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്യാവശ്യം തൂളി ഇവിടെ എല്ലാം തൂളിയേ കിട്ടുന്നുള്ളൂ. അങ്ങനെ തൂളി ഏറ്റവും കൂടുതൽ കിട്ടുന്നതാണ്. അപ്പോൾ ആൾ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എല്ലാ ദിവസവും നല്ലതായിട്ട് മീനെ കിട്ടുന്നുണ്ട്. ആൾക്ക് തൂളി നല്ലതായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അടുത്തൊരു പുതിയ വീഡിയോയിലേക്ക് വരുന്നേരം വരെ ഓക്കെ, ബൈ.